നമസ്കാരം. നാസിക്കിലെ TCS യൂണിറ്റിൽ നടന്ന വിവാദമായ നിർബന്ധിത മതപരിവർത്തന ആരോപണങ്ങൾക്കും പീഡന പരാതികൾക്കും പിന്നാലെ സമാനമായ മറ്റൊരു സംഭവം കൂടി. മുൻ സഹപ്രവർത്തകർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച കേസിൽ അർഷാദ് സിദ്ദിഖി എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർഷാദ് പീഡിപ്പിച്ച മുംബൈ സ്വദേശിനിയായ 19-കാരി നൽകിയ പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അർഷാദ് പീഡിപ്പിച്ച മുംബൈ സ്വദേശിനിയായ 19-കാരി നൽകിയ പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം മുംബൈ മഹാലക്ഷ്മി ഏരിയയിലെ ഒരു കമ്പനിയിൽ ടെലികോളറായി ജോലി ചെയ്യുമ്പോഴാണ് പ്രതിയെ പരിചയപ്പെടുന്നത്. ഓഫീസിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പരാതിക്കാരിയുടെയും മറ്റ് യുവതികളുടെയും മൊബൈൽ നമ്പറുകൾ കൈക്കലാക്കിയ സിദ്ദിഖി ഇവർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. പെൺകുട്ടി പറയുന്നത് ഇങ്ങനെ: ജോലി സ്ഥലത്ത് വെച്ചാണ് അയാളെ പരിചയപ്പെടുന്നത്, എന്നാൽ ഒരിക്കൽ പോലും അന്ന് സംസാരിച്ചിരുന്നില്ല. ഗ്രൂപ്പിലൂടെയാണ് അയാൾക്ക് എൻ്റെ നമ്പർ ലഭിച്ചത്. നമ്പർ കിട്ടിയതിനു ശേഷം അയാൾ എനിക്ക് അശ്ലീല വീഡിയോകളും ഫോട്ടോകളും അയക്കാൻ തുടങ്ങി. എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ഹിന്ദുമതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടില്ലെന്നും കയ്യിൽ കിട്ടുന്ന ചരട് ധരിക്കുന്നതിനോ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനോ തടസ്സം നിൽക്കില്ലെന്ന് അയാൾ പറയുമായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. പ്രതിയും പെൺകുട്ടിയും തമ്മിലുള്ള ചില ചാറ്റുകൾ NDTV പുറത്തുവിട്ടിട്ടുണ്ട്. സിദ്ദിഖി ഒരു അശ്ലീല വീഡിയോ അയച്ചു കൊടുക്കുകയും അത് കാണാൻ യുവതിയോട് ആവശ്യപ്പെടുകയും ചെയ്തതായും ഒരു വാട്സാപ്പ് സംഭാഷണം വ്യക്തമാക്കുന്നു. വീഡിയോടൊപ്പം ഈ പോൺ കാണൂ എന്ന് ഇയാൾ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഭാഷണത്തിൽ ഞാനൊരു ഹിന്ദുവാണെന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ തനിക്ക് മുൻപ് നിരവധി ഹിന്ദു കാമുകിമാർ ഉണ്ടായിരുന്നുവെന്നാണ് ഇയാൾ മറുപടി നൽകിയത്. ഈയിടെയായി ഹിന്ദു പെൺകുട്ടികൾക്ക് മുസ്ലിം പുരുഷന്മാരെയാണ് ഇഷ്ടമെന്നും ഇയാൾ ആ ചാറ്റിൽ പറയുന്നു. കമ്പനി വിട്ടതിന് ശേഷം 4 സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഹിന്ദു യുവതികളുടെ നമ്പറുകൾ ഇയാൾ കൈക്കലാക്കുകയും അവർക്ക് അശ്ലീല സന്ദേശങ്ങളും വീഡിയോകളും അയക്കാൻ തുടങ്ങുകയും ചെയ്തുവെന്നും പരാതിക്കാരിയുടെ പിതാവും ആരോപിച്ചു. അയാൾ സന്ദേശം അയച്ച സ്ത്രീകളിൽ ഒരാൾ എൻ്റെ മകളായിരുന്നു. അവൾ ഇക്കാര്യം എന്നോട് പറഞ്ഞതോടെ ഞങ്ങൾ ഔദ്യോഗികമായി പരാതി നൽകി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം പരാതിക്കാരിയെ കൂടാതെ മറ്റ് 3 സ്ത്രീകളെ സിദ്ദിഖി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇവർ എല്ലാവരും പോലീസിൽ മൊഴി നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തെ അപലപിച്ച മുൻ മുംബൈ മേയർ കിഷോരി പെട്നേക്കർ ഇരയെ പീഡിപ്പിക്കുന്നത് തുടരാനായി സിദ്ദിഖി തൻ്റെ ഫോൺ നമ്പറുകൾ മാറ്റി ഉപയോഗിച്ചിരുന്നതായും വെളിപ്പെടുത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. സമാജ്വാദി പാർട്ടി നേതാവായ ഇറം സിദ്ദിഖിയുടെ അനന്തരവനാണ് അർഷാദ് സിദ്ദിഖി. എന്നാൽ പ്രതിക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TCS വിവാദവുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോഴും കൂടുതൽ സങ്കീർണമാകുകയാണ് കേസ്. ഓഫീസിനുള്ളിലെ ഒരു സാധാരണ പരാതിയായി തുടങ്ങിയ വിഷയം ഇപ്പോൾ ഒട്ടേറെ സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരികയും പോലീസ് നടപടികൾ ശക്തമാവുകയും ചെയ്തതോടെ അതീവ ഗൗരവമുള്ള ഒരു കേസായി മാറിയിരിക്കുകയാണ്. ഓഫീസിനുള്ളിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. ഒടുവിലായി ലഭിച്ച മൊഴികളും കേസിന്റെ ഗതി മാറ്റുന്നതാണ്. നാസിക്കിൽ 11 വർഷമായി ജോലി ചെയ്തിരുന്ന ഒരു യുവതി തൗസീഫ് അത്താർ, ഷാഫി ഷെയ്ഖ് എന്നിവരുൾപ്പെടെയുള്ള സഹപ്രവർത്തകർക്കെതിരെ ഗുരുതര ആരോപണമായി രംഗത്ത് വന്നിരുന്നു. ഷാഫി തന്റെ ഡെസ്കിൽ വന്ന് വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യം ചെയ്തതായി അവർ വെളിപ്പെടുത്തി. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഷാഫി തന്റെ അടുത്തേക്ക് വരികയും സ്വകാര്യ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടുകയും ചെയ്തു. തനിക്ക് അടുത്തിടെ ഗർഭഛിദ്രം സംഭവിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞപ്പോൾ ഇതിന് മറുപടിയായി ഷാഫി പറഞ്ഞത് അജ്മീറിലെ ഒരു മൗലവിയെ പോയി കാണൂ, അദ്ദേഹത്തെ കാണുന്നതോടെ ഗർഭം ധരിക്കാൻ സാധിക്കുമെന്നാണ്. താൻ ആ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറിയിട്ടും അയാൾ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നതായും ജോലി ഇത് വലിയ അസ്വസ്ഥതയുണ്ടാക്കിയതായും യുവതി ആരോപിച്ചു. മാത്രമല്ല, ഗുരുതരമായ ആരോപണമാണ് തന്റെ സഹപ്രവർത്തകർക്കെതിരെ ഈ യുവതി ആരോപിക്കുന്നത്. ഡാനിഷ് ഷെയ്ഖ്, തൗസീഖ് അത്താർ, റാസ മേമൻ, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, ആസിഫ് അൻസാർ, സുഹൈൽ പത്താൻ എന്നിവരടങ്ങുന്ന ജീവനക്കാരുടെ സംഘം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും മോശം ഭാഷ ഉപയോഗിച്ചും മറ്റു മതസ്ഥരായ സഹപ്രവർത്തകരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നുവെന്നും അവർ ആരോപിച്ചു. മേലധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും അയാളെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റുക മാത്രമായിരുന്നു ചെയ്ത ഏക നടപടിയെന്നും അവർ ആരോപിച്ചു.